ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെസ്റ്റ് ബംഗാളിലെ ഞങ്ങളുടെ ആർമി ക്വാർട്ടേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ നാട് പോലെ തന്നെ ഒരുപാട് തെങ്ങുകളും വയലുകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് വെസ്റ്റ് ബംഗാൾ. ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ കുറച്ച് കൃഷിയൊക്കെ തുടങ്ങിയായിരുന്നു. ചെന്ന് കയറിയ ടൈമിൽ ഈ ഓൺലൈനിൽ നിന്നൊക്കെ വിത്തൊക്കെ വാങ്ങി ഒരുപാട് കുറച്ച് പച്ചക്കറികളൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ എന്ത് പറ്റി, ഒരു മാസം ലീവ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒക്കെ വാടിക്കരിഞ്ഞ് പോയായിരുന്നു. തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട, നല്ല തണുപ്പാവും. ആകെ മൂടിക്കെട്ടിക്കൊണ്ട് രാവിലെയും വൈകുന്നേരവും രാത്രിയൊക്കെ ഒടുക്കത്തെ തണുപ്പാവും കേട്ടോ. പിന്നെ കുക്കിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ മിക്കപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് കുക്ക് ചെയ്യാറ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ആണെങ്കിലും ചേട്ടൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും. പിന്നെ കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻട്രസ്റ്റഡ് ആണ് ഞാനതിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് പെയിൻറ്റിങ്, ഒരു കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വരച്ചുണ്ടാക്കിയായിരുന്നു ഞാൻ. ഈ കാണുന്ന കുഞ്ഞുങ്ങൾ താഴെയുള്ള ക്വാർട്ടേഴ്സിലാണ്. അവർ ഹരിയാനക്കാരാണ്. 3 കുഞ്ഞുങ്ങളും മിക്ക ടൈമിലും ഞങ്ങളുടെ കൂടെ തന്നെ ആവുമായിരുന്നു. ഞങ്ങൾക്ക് അന്ന് ലിവി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവർ ഫുള്ള് ഞങ്ങളുടെ കൂടെ ആവും കേട്ടോ. പിന്നെ ഈ കാണുന്ന കൊച്ചാണെങ്കിൽ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ക്വാർട്ടേഴ്സിൽ. അവരാണെങ്കിൽ UP-യിലുള്ളവരാണ്. ശ്രേയ എന്നാണ് ഈ മോളുടെ പേര്. അവളും ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ആയിരിക്കും. കാരണം അവളുടെ അമ്മ അവിടെ ജോലി തിരക്കാവുമ്പോൾ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരും. ഫുൾ ടൈം ഈ കാണുന്ന പോലെ ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ തന്നെ ആയിരിക്കും. ഫുൾ ടൈം അവൾ എൻ്റെ കൂടെ തന്നെ, എൻ്റെ കുഞ്ഞു പോലെ തന്നെ ഞാൻ നോക്കിയായിരുന്നു കേട്ടോ. ഭക്ഷണം കൊടുക്കാനാണെങ്കിലും എല്ലാം. പിന്നെ ഇടയ്ക്ക് ജിമ്മിലൊക്കെ പോയി, ആർമിക്കാരുടെ ജിം തന്നെയാണ് കേട്ടോ, ജിമ്മിലൊക്കെ പോയി ടൈം കളയായിരുന്നു. ഈ കാണുന്നവരാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സാണ്. അവർ പഞ്ചാബ്, ഹരിയാന അങ്ങനെ അവിടേക്കുള്ളവരാണ്. ഒഴിവ് സമയത്ത് മിക്കപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് കുക്ക് ചെയ്യാറ്. ആലു പൊറാത്തയാണ് കേട്ടോ മെയിനായിട്ട് ഉണ്ടാക്കുക. കാരണം എനിക്കതറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ട് അതൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് 3 പേരും കൂടി ഷെയർ ഇട്ടിട്ടൊക്കെ കഴിക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല മെമ്മറീസാണ് കേട്ടോ അവിടുത്തെ ഉണ്ടായിരുന്നത്. അവരാകുമ്പോൾ ഒരുപാട് ഗീയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റിലുണ്ടാക്കുക. എന്തുണ്ടാക്കുകയാണെങ്കിലും എനിക്ക് ആദ്യം കൊണ്ടുവന്ന് തരുമായിരുന്നു. ദീദി ടേസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ പോരുമ്പോൾ കുറച്ച് ചെടികളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളും എത്തും കേട്ടോ. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ അടുത്തൊരു മന്ദിറുണ്ട്. അവിടെ നല്ല ഒരുപാട് മണികളൊക്കെ കെട്ടിയിട്ടുള്ളൊരു മന്ദിറാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമായിരുന്നു കേട്ടോ. അതും ആർമി ഏരിയയുടെ ഉള്ളിലുള്ള മന്ദിറായിരുന്നേ. ആർമിക്കാരും പുറത്തുള്ളവരും എല്ലാവരും അവിടെ വരുമായിരുന്നു. ചേട്ടൻ മിക്കപ്പോഴും ഞാൻ ഇതൊക്കെ മെമ്മറീസിന് വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന വീഡിയോ ആണ്. എന്നെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്തായിരുന്നു. ഞാൻ അടിച്ചു വരികയാണെങ്കിൽ ചേട്ടൻ തുടയ്ക്കും, ചേട്ടൻ തുടയ്ക്കുകയാണെങ്കിൽ ഞാൻ അടിച്ചു വരും. അങ്ങനെ എന്ത് കാര്യത്തിനും ചേട്ടൻ്റെ ഒരു കൈ എപ്പോഴും കൂടെ ഉണ്ടാവുമായിരുന്നു കേട്ടോ. അവിടുത്തെ മെമ്മറീസ് ആണെങ്കിൽ ഒരിക്കലും മറക്കത്തില്ല.